ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പരിശുദ്ധമാക്കപ്പെട്ട ഈ കലിമത്ത്, ഇതിനെക്കുറിച്ച് നമ്മുടെ സഹോദരന്മാരോട് ചോദിച്ചാൽ ചിലപ്പോൾ അവർ പറയും, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹു അല്ലാതെ സൃഷ്ടികർത്താവായി മറ്റാരും ഇല്ല എന്ന്. നിശ്ചയമായും ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഉൾക്കൊണ്ട ആശയം തന്നെയാണ് അള്ളാഹു അല്ലാതെ സൃഷ്ടികർത്താവായി മറ്റൊരാളുമില്ല. പക്ഷേ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന അർത്ഥം അതല്ല. അത് അതിനേക്കാൾ മഹത്വമേറിയ ഒരു കാര്യത്തെ അറിയിക്കുന്നു. നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിയോഗിതമായ ആ മുശ്രിക്കുകൾ, അതായത് മക്കത്തെ മുശ്രിക്കുകൾ, അവർ വിശ്വസിച്ചിരുന്നു അള്ളാഹു തന്നെയാണ് പ്രപഞ്ചത്തിലെ എല്ലാത്തിനെയും സൃഷ്ടിച്ചത്. അള്ളാഹു ഖാലിഖു കുല്ലി ഷൈഇൻ എന്ന കാര്യം അവർ വിശ്വസിച്ചിരുന്ന കാര്യം തന്നെയാണ്. ആരാണ് അവരെ സൃഷ്ടിച്ചത് എന്ന് നീ അവരോട് ചോദിച്ചാൽ അവർ പറയും അള്ളാഹ്. പിന്നെ എങ്ങനെയാണ് അവർ വ്യതിചലിക്കപ്പെടുന്നത് എന്ന് ഖുർആൻ ചോദിക്കുന്നുണ്ടല്ലോ. വലഇൻ സഅൽതഹും മൻ ഖലഖഹും എന്ന ആയത്തുകൾ, യഖൂലുന്നല്ലാഹ്, അവർ പറയുക തന്നെ ചെയ്യും അള്ളാഹു എന്ന്. അവരോട് ആകാശഭൂമികളെ സൃഷ്ടിച്ചത് ആരാണ് എന്ന് അവരോട് നീ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും അള്ളാഹു എന്ന്. വലഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർള് ലയഖൂലുന്നല്ലാഹ്. നീ അവരോട് ചോദിച്ചാൽ വലഇൻ സഅൽതഹും എന്നത് അറിയിക്കുന്ന, അതുപോലെ തുടങ്ങുന്ന ആയത്തുകൾ ധാരാളമുണ്ട്. ആരാണ് കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത് എന്ന് അവരോട് നീ ചോദിച്ചാൽ അള്ളാഹ്. മൻ യുദബ്ബിറുൽ അംറ ഫസയഖൂലൂന അല്ലാഹ്, അവർ പറയും അള്ളാഹു എന്ന്. ഇതൊക്കെയാണ് മക്കത്തെ മുശ്രിക്കുകൾ, ശിർക്ക് ചെയ്തിരുന്ന ആളുകൾ വിശ്വസിച്ചിരുന്നത്, അള്ളാഹുവിനെ കുറിച്ചുള്ള അവരുടെ വിശ്വാസം. ഈ വിശ്വാസം അവർക്ക് വ്യക്തമായിരുന്നു. നിശ്ചയമായും അള്ളാഹു ആണ് സൃഷ്ടികർത്താവ്, അള്ളാഹു തന്നെയാകുന്നു ഉപജീവനം നൽകുന്നവനും, റാസിഖ്, ഖാലിഖ്, അവൻ തന്നെയാകുന്നു യഥാർത്ഥത്തിൽ ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനും, അൽ ഹയ്യും അൽ മുഹി വൽ മുമീത്ത്. അതായത് അബൂലഹബും അബൂജഹലും എല്ലാം വിശ്വസിച്ചിരുന്നത് തന്നെയാണ് ഇത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എഴുന്നേറ്റ് നിന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ പറഞ്ഞപ്പോൾ ആരാധ്യന്മാരെയെല്ലാം നീ ഒരൊറ്റ ആരാധ്യനാക്കുകയാണോ? അലൽ ആലിഹത ഇലാഹൻ വാഹിദ ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ്. അറബികൾക്ക് മനസ്സിലായി എന്താണ് പറയുന്നത് എന്ന്, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നും, ഇത് പറഞ്ഞവർക്ക് എന്തെല്ലാം ബാധ്യതകളുണ്ട് എന്നുമെല്ലാം മനസ്സിലായി. പക്ഷേ അവർ വിസമ്മതിച്ചു ഈ കാര്യം സ്വീകരിക്കാൻ, ഈ ദീനിലേക്ക് പ്രവേശിക്കാൻ, ഇത് അംഗീകരിക്കാൻ. എൻ്റെ സഹോദരന്മാർ, ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതിൻ്റെ ആശയം, ഈ കലിമത്തിൻ്റെ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആശയം എന്താണെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചതിൽ തന്നെ ഉള്ളതാണ് ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. നീ മനസ്സിലാക്കണം, അറിയണം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റൊന്നുമില്ല എന്നുള്ളത്, അല്ലാതെ ആരാധനക്കർഹനായി മറ്റൊരാളുമില്ല എന്നുള്ളത്. അത് പഠിക്കാനും മനസ്സിലാക്കാനുമാണ് അള്ളാഹു പറയുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ മാത യഅലമു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിഞ്ഞുകൊണ്ട് ആരാണോ മരണപ്പെടുന്നത്, മനസ്സിലാക്കിക്കൊണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിഞ്ഞുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് ആരാണോ മരണപ്പെടുന്നത്, അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചിരിക്കുന്നു. ആർക്കാണ് ആ സ്വർഗം വേണ്ടാത്തത്? സഹോദരന്മാരെ, ആരാണോ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനില്ല എന്നത് അറിഞ്ഞുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് മരണപ്പെടുന്നത്, അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചിരിക്കുന്നു. ലാ എന്ന് പറഞ്ഞാൽ ഇല്ല എന്നാണ്, നിഷേധിക്കലാണ്, നഫി ചെയ്യലാണ്. ഇലാഹ് എന്ന് പറഞ്ഞാൽ ആരാധ്യൻ, അതിൻ്റെ ആശയം ആരാധിക്കപ്പെടുന്നത്, മഅബൂദ്. ഇലാഹ് ബിമഅന മഅബൂദ്. ബിസാത്ത് എന്ന് പറഞ്ഞാൽ മബ്സൂത്ത്, ഫിറാഷ് എന്ന് പറഞ്ഞാൽ മഫ്റൂഷ്, കിതാബ് എന്ന് പറഞ്ഞാൽ മക്തൂബ് എന്നത് പറയുന്നത് പോലെ ഇലാഹ് മഅന മഅലൂഹ്, അതായത് മഅബൂദ്, ആരാധിക്കപ്പെടുന്നത്, ആരാധ്യൻ, റുബൂബിയത്തിലെ ഏകത്വം, അതായത് രക്ഷാകർത്തത്തിലെ ഏകത്വം, റബ്ബാണെന്നുള്ള കാര്യം, അത് അംഗീകരിക്കൽ, അത് സത്യപ്പെടുത്തുക എന്നുള്ളതല്ല ഇവിടെ പ്രഥമമായ കാര്യം.
അത് അനിവാര്യമായും ഇത് ഉൾക്കൊള്ളുന്നു എങ്കിലും ഈ കാര്യം മക്കത്തെ മുശ്രിക്കുകൾ അംഗീകരിച്ചിരുന്നതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ യഥാർത്ഥ ഉദ്ദേശം അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മുസ്തഹിഖുൽ ഇബാദത്തിന് അർഹനായവൻ അല്ലാഹു മാത്രമാണ് എന്നുള്ള ഉലൂഹിയത്തിലെ വഹ്ദാനിയത്താണ്. റുബൂബിയത്തിലെ വഹ്ദാനിയത്ത് ഏകത്വം അത് അനിവാര്യമാണ്. അത് അംഗീകരിച്ചവനെ അത് രണ്ടും അംഗീകരിക്കൽ, രണ്ടുമല്ല ഉലൂഹിയത്തിലും റുബൂബിയത്തിലും അസ്മാഉ സിഫാത്തിലും ഈ 3 തരത്തിലും വിശുദ്ധ ഖുർആനിലും അള്ളാഹുവും പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളിലും വിശ്വസിക്കൽ അനിവാര്യമാണ്. 2 ഭാഗങ്ങളിലായിക്കൊണ്ടാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉള്ളത്. ലാ എന്നുള്ള ലാ ഇലാഹ എന്ന നഫിയും ഇല്ലല്ലാ എന്ന ഇസ്ബാത്തും 2 റുക്നുകളായി, 2 ജുസ്ഉകളായി കൊണ്ടാണ്. ഒന്ന് നഫിയാണ്, ഇലാഹിനെ മഅബൂദാത്തുകളെ ആരാധിക്കപ്പെടുന്ന വസ്തുക്കളെ എല്ലാം നിഷേധിക്കുകയാണ്. ഇല്ലല്ലാ എന്ന് ഇസ്ബാത്ത് സ്ഥിരീകരണം നടത്തുകയാണ്. അത് രണ്ടും ചേരുമ്പോൾ മാത്രമാണ് തൗഹീദ്. ഒരാൾ ലാ ഇലാഹ എന്ന് ആരാധ്യനില്ല, ആരാധില്ല എന്ന് നിഷേധിച്ചു കൊണ്ടേയിരിക്കുന്നു. അത് വിശ്വസിക്കുകയും ചെയ്തു. അവൻ ഇസ്ലാമിലേക്ക് പ്രവേശിച്ചോ? ഇല്ല. രണ്ടാമത്തെ റുക്നായ ഇസ്ബാത്ത് മാത്രം, അള്ളാഹു ഇലാഹാണ് എന്ന് മാത്രം പറയുകയാണ്. മറ്റുള്ള ത്വാഗൂത്തുകളെ, അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന ആലിഹത്തിനെ അതിനെ അവർ നിഷേധിക്കുന്നില്ല. അതിനത് നിഷേധിക്കാതിരിക്കുമ്പോൾ അവനും ഇസ്ലാമിലേക്ക് പ്രവേശിക്കുന്നില്ല. നിരാകരണം നടക്കുമ്പോഴാണ്, നഫി നടക്കുമ്പോഴാണ്, ലാ ഇലാഹ എന്ന് പറയുമ്പോഴാണ് ഷിർക്കിൽ നിന്ന് മുക്തമാകുന്നത്. ഇല്ലല്ലാ എന്നതോടൊപ്പം തന്നെ ഇല്ലല്ലാ രണ്ടിനെയും വേർപ്പെടുത്തിക്കൊണ്ട് തൗഹീദില്ല. രണ്ടും ഒരുപോലെ സ്ഥിരീകരിക്കുന്നവൻ മാത്രമാണ് യഥാർത്ഥ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കുന്നവൻ. അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന എല്ലാത്തിനെയും നിഷേധിക്കുക, അതാണ് ലാ ഇലാഹ എന്ന നഫി, നിഷേധം, നിരാകരണം. അതിനോടൊപ്പം തന്നെ അള്ളാഹുവെ മാത്രമാക്കിക്കൊണ്ട് ഇഖ്ലാസോടുകൂടി അള്ളാഹുവിലേക്ക് മാത്രമാക്കി ഇബാദത്തിനെ മാറ്റുക, അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക, അള്ളാഹുവിന് മാത്രം ആരാധനകൾ അർപ്പിക്കുക, അള്ളാഹു മാത്രമാണ് ആരാധനക്കർഹൻ എന്ന് വിശ്വസിച്ച് അംഗീകരിച്ച് സത്യസാക്ഷ്യം ഉരുവിടുകയും അത് അംഗീകരിക്കുകയും സാക്ഷ്യം നിൽക്കുകയും. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ കൗമിനോടും തൻ്റെ പിതാവിനോടുമായി പറഞ്ഞ കാര്യം, ഇന്നനി ബറാഉം മിമ്മാ തഅബുദൂൻ, നിങ്ങൾ ആരാധിക്കുന്നതിൽ നിന്ന് ഞാൻ മുക്തമാണ്, നിങ്ങൾ ആരാധിക്കുന്ന ആരാധ്യരിൽ നിന്ന്, നിങ്ങൾ ചെയ്യുന്ന ശിർക്കിൽ നിന്ന്. ഇല്ലല്ലദീ ഫതറനി, എന്നെ സൃഷ്ടിച്ചവനായ അല്ലാഹുവെ ഒഴികെ, ഇല്ലല്ലാഹ് അല്ലാഹുവെ ഒഴികെ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. വജഅലഹ കലിമതൻ ബാഖിയതൻ ഫി അഖിബൈ. മുഫസ്സിറുകൾ പറഞ്ഞു, ഇത് തൗഹീദിൻ്റെ കലിമത്തിനെയാണ് ഉദ്ദേശിക്കുന്നത്, ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് ഉദ്ദേശിക്കുന്നത്. ആരാണോ ത്വാഗൂത്തിനെ, ദുർമൂർത്തികളെ, അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന വിഗ്രഹങ്ങളെയും ബിംബങ്ങളും ആരാധ്യ വസ്തുക്കളെയുമെല്ലാം നിഷേധിക്കുന്നത്, യക്ഫുറു ബിത്വാഗൂത്ത്, ത്വാഗൂത്തിനെ നിഷേധിക്കലാണ് ലാ ഇലാഹ. വയുമിൻ ബില്ലാഹ് ഇല്ലല്ലാഹ്, അള്ളാഹുവിനെ വിശ്വസിക്കലാണ് ഇല്ലല്ലാഹ്, അള്ളാഹുവിനെ മാത്രമാക്കിക്കൊണ്ട് ഇഖ്ലാസോടുകൂടി അള്ളാഹുവിനെ മാത്രമായി ആരാധിക്കുക, അവനെ മാത്രമാണ് ആരാധ്യൻ എന്നത് സാക്ഷ്യം വഹിക്കുക, വിശ്വസിക്കുക. അള്ളാഹു പറഞ്ഞതുപോലെ ദാലിക ബിഅന്നല്ലാഹ ഹുവൽ ഹഖ്, യഥാർത്ഥത്തിൽ അവനാകുന്നു യഥാർത്ഥത്തിലുള്ള യാഥാർത്ഥ്യമായുള്ളവൻ. തീർച്ചയായും അവൻ അള്ളാഹുവാണ് യാഥാർത്ഥ്യമായുള്ളവൻ. അവന് പുറമെ അവർ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, ദുആയിരക്കുന്ന, പ്രാർത്ഥിക്കുന്ന ആരാധിക്കുന്ന ആ ആരാധ്യർ അതാകുന്നു നിരർത്ഥകമായത്, ബാത്തിലായത്. അള്ളാഹുവിന് പുറമേയുള്ള എല്ലാത്തിനോടുള്ള ആരാധനയെയും പൂർണ്ണമായി നിഷേധിക്കുകയും അള്ളാഹുവിനു മാത്രം ആരാധിക്കുകയും ചെയ്യുക എന്നതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പൊരുൾ.